ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്ലസ് ടുവിന്റെ ഈ വർഷത്തെ സേ ഇംപ്രൂവ്മെന്റ് എക്സാം ജൂൺ 29-നാണ് തുടങ്ങുന്നത്. അതെല്ലാവരും നിങ്ങൾ അറിഞ്ഞു കാണും. പക്ഷെ പല കുട്ടികളുടെയും സംശയം അത് ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പലർക്കും എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കോള് വരുന്നുണ്ട്. പിന്നെ ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട് പ്ലസ് 1 ഇപ്പോൾ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 നമുക്ക് ഇപ്പോൾ ഒരിക്കലും എഴുതാൻ ഉള്ള സാധ്യത ഇനി ഇല്ല. ഇനി നമുക്കത് അടുത്ത വർഷം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് മാത്രമേ ഇനി അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും പ്ലസ് 1 ഇപ്പോഴും ഫെയിലായി കിടക്കുകയാണ്, പ്ലസ് 2 പാസ്സായി. അപ്പൊ അവരുടെ വിചാരം എന്തുവാ, പ്ലസ് 1 ഇനി എഴുതി ജയിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇതൊരു 12 മാർക്കൊക്കെ കാണുന്നുള്ളൂ, ഇതിന് 20 കാണും. രണ്ടും ചേരുമ്പോൾ 32 ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവര് വിചാരിക്കുന്നത് ഈ 12-നെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടുവാണെങ്കിൽ ഓക്കെ ആണല്ലോ, കാരണം ഇത് ജയിച്ചിരിക്കുക. ഇപ്പോൾ ഇതിനുള്ള മാർഗമില്ല. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ 20 മാർക്കുള്ള പ്ലസ് 2-നെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 12-ഉം 4 മാർക്കിന്റെ കുറവില്ലയോ, ഇവിടെ ഒരു 4 മാർക്ക് കൂടെ എക്സ്ട്രാ ആക്കണം, പ്ലസ് 4. അപ്പൊ 24 ആക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി. ഇംപ്രൂവ്മെന്റ് എന്ന് പറയേണ്ട, ഫെയിൽ ആയവരാണെങ്കിൽ സേ ആണ്. അപ്പോൾ ആ 24 ആക്കിയാൽ ഈ പഴയ 12 അവിടെ നിൽക്കുക. ഈ 12-ഉം 24-ഓട് ചേർന്ന് നമുക്ക് എത്ര ആക്കാം, 36 ആക്കാം. ഇതാണ് മാർക്ക്. ഓക്കെ, അപ്പൊ ഒത്തിരി കുട്ടികൾക്ക് പ്ലസ് 1 ഇപ്പൊ എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ പ്ലസ് 1 നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ പ്ലസ് 2 ജയിച്ചാലും തോറ്റാലും പ്ലസ് 2-നെ തന്നെ എഴുതി ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ മാർഗം. ഇനി ഇത് ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2026-ലെ മാർച്ച് എക്സാം അപ്ലൈ ചെയ്തവർ, ഇനി അപ്ലൈ ചെയ്തിട്ട് എഴുതിയില്ലേലും കുഴപ്പമില്ല, അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാമേ എഴുതാൻ പറ്റുള്ളൂ. ഇത് അപ്ലൈ ചെയ്യാത്ത ഒരു കുട്ടിക്ക് ഈ സേ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊരു ശരിയാണ്, ഇച്ചിരി ബുദ്ധിമുട്ട്. പലരും അറിയാതെ ഇത് എഴുതാത്തവർ ഒത്തിരി പേരുണ്ട്. അവര് നേരിട്ട് സേയ്ക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്നവരുണ്ട്. അത് പറ്റില്ല. ഈ വർഷത്തെ രീതി എന്ന് പറഞ്ഞാൽ 2026 മാർച്ചിൽ അപ്ലൈ ചെയ്തവർക്ക് മാത്രം, എഴുതിയില്ലയോ ആബ്സെന്റ് ആയാലും കുഴപ്പമില്ലായിരുന്നു, അപ്ലൈ ചെയ്തവർക്ക് പ്ലസ് 2 സേയ്ക്ക് എഴുതാൻ അവർ അർഹരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പലർക്കും പ്രാക്ടിക്കൽ എക്സാം മിസ്സായവരുണ്ട്, ആബ്സെന്റ് ആയവരുണ്ട്. ചില എക്സാംസ് ഇപ്പൊ ഫിസിക്സോ കെമിസ്ട്രിക്കൊക്കെ പ്രാക്ടിക്കൽ എക്സാം മിസ്സായവരുണ്ട്. ഈ മിസ്സായവർ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം, അതിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സമയത്ത് അതിനുള്ളത് പറ്റും. നമുക്ക് ടൈമൊക്കെ ആവുകയാണ്. നമുക്ക് 1-ാം തീയതിയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. വിത്തൗട്ട് ഫൈൻ, നെക്സ്റ്റ് വിത്ത് ഫൈൻ ആണ്. അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും പോയി കംപ്ലീറ്റ് ചെയ്യണേ. പ്രാക്ടിക്കൽ എക്സാമിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ അവരുടെ അവരുടെ തിയറി പേപ്പറിന് മിനിമം അവർക്ക് 18 കിട്ടിയിരിക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. തിയറി പേപ്പർ 18 കിട്ടിയെങ്കിൽ മാത്രമേ പ്രാക്ടിക്കൽ എക്സാം ഇപ്പൊ എഴുതിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ മാത്രമായിട്ടുള്ളവർ. ഇനി മറ്റൊരു ഒത്തിരി പേര് ചോദിക്കുന്നത്, അത് ചെറിയൊരു കാര്യമാണെങ്കിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും എഴുതണോ? അതൊരിക്കലും വേണ്ട കേട്ടോ. ഫെയിൽ ആയ സബ്ജക്റ്റുകൾ മാത്രം പ്ലസ് 2-ന്റെ ഇപ്പൊ നമുക്ക് പ്ലസ് 2 എഴുതാൻ പറ്റുള്ളൂ, അത് മാത്രം എഴുതിയാൽ മതി. വേറെ സബ്ജക്റ്റുകളൊന്നും എഴുതുകയും വേണ്ട. ഇനിയും ചില പ്ലസ് 2 സേ എഴുതാൻ പോകുന്നവർക്ക് പ്രാക്ടിക്കൽ പിന്നെയും ചെയ്യണോ? അതും വേണ്ട. പ്ലസ് 2 ഫെയിൽ ആയ ഒരു കുട്ടിക്ക് പ്ലസ് 2-ന്റെ തിയറി മാത്രം എഴുതിയെടുത്താൽ മതി. പ്രാക്ടിക്കൽ ചെയ്തവർക്ക് അതിന്റെ ആവശ്യം ഇനിയില്ല, തിയറി മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒത്തിരി കുട്ടികൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളാണ്. ഏകദേശമൊക്കെ നിങ്ങളുടെ സംശയങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാം മാക്സിമം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ചാനലിൽ കൂടെ കിട്ടിയിരിക്കും. എല്ലാവർക്കും വിശേഷസ് ആൻഡ് ഗുഡ് ബൈ.